സ്ക്രീനിൽ കാണുന്ന ഫോട്ടോ അതുപോലെ നമ്മൾ തുണിയിലേക്ക് വർക്ക് ചെയ്യാൻ പോവാണ്. അതിനായിട്ട് ആദ്യം പേപ്പർ കോപ്പി ഉപയോഗിച്ച് ആ ഫോട്ടോ നമ്മളൊരു ഓയിൽ പേപ്പറിലേക്ക് വരച്ചെടുത്തു. അതിനുശേഷം ഈ ഓയിൽ പേപ്പർ നമുക്ക് വർക്ക് ചെയ്യേണ്ട തുണിയുടെ മുകളിലേക്ക് വെച്ച് നമ്മളത് അടിയിൽ കാർബണും വെച്ച് കൊടുത്തുകൊണ്ട് ട്രേസ് ചെയ്തെടുക്കുകയാണ്. ഒരു ലൈനും വിട്ടു പോകാതെ വളരെ ശ്രദ്ധയോടെ ഫുള്ളും നമ്മൾ ട്രേസ് ചെയ്തെടുക്കുക. ട്രേസ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ മുകളിലെ പേപ്പർ തുണിയിൽ നിന്നും തെന്നിപ്പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ലൈനുകൾ കൃത്യമായിട്ട് നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുമ്പം കൺഫ്യൂഷനായിട്ട് വരും. അതിനായിട്ട് നിങ്ങൾ ഒരു പേപ്പർ പിന്ന് വാങ്ങി അത് പിൻ ചെയ്തിട്ട് വേണം വർക്ക് ചെയ്യാൻ, ട്രേസ് ചെയ്യാനായിട്ട്. പിന്നെ ഇതിൻ്റെ മുകളിൽ പിടിച്ചുകൊണ്ട് ജസ്റ്റ് ഒന്ന് പൊക്കി നോക്കിയിട്ട് കുഴപ്പമൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് മുകളിൽ നിന്ന് എടുത്ത് മാറ്റാം. ഏതെങ്കിലും വിട്ടുപോയ ഭാഗം ഉണ്ടെങ്കിൽ അത് നമ്മളൊന്ന് വരച്ചു കൊടുത്ത് എടുക്കണം. നമുക്കത് ഫ്രെയിമിലേക്ക് വെച്ച് ടൈറ്റാക്കി എടുക്കാം. നമ്മൾ ഫ്രെയിം വീണ്ടും സ്റ്റാൻഡിലേക്ക് വെച്ച് നമ്മൾ സെറ്റ് ചെയ്യാണ്. നല്ല ടൈറ്റായിട്ട് സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഏകദേശം ഇത്രത്തോളം വർക്ക് ചെയ്തിട്ടുണ്ട്. ആദ്യം ജെറി ത്രെഡ് കൊണ്ട് ഗോൾഡൻ കളർ വരുന്ന ഭാഗങ്ങളെല്ലാം നമ്മൾ വർക്ക് ചെയ്ത് കൊടുത്തു. രണ്ടാമത് നമ്മളതിൻ്റെ ഡ്രസ്സിൻ്റെ കളറ് കൊടുക്കാൻ തുടങ്ങി. ബ്ലാക്ക് കളർ കൊണ്ട് കണ്ണും മൂക്കും തലമുടിയുടെ ഭാഗങ്ങളൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. നേവി ബ്ലൂ കളറ് ബോർഡറാണ് കൊടുത്തേക്കുന്നത്. ഗ്രീൻ കളറാണ് സാരിക്ക് നമ്മൾ കൊടുക്കുന്നത്. ലോങ് ആൻഡ് ഷോർട്ട് സ്റ്റിച്ചാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ഏകദേശം നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഫൈനൽ ലുക്ക് ഇങ്ങനെ വരും.